Hello friends, എല്ലാവർക്കും കുട്ടനാടൻ തട്ടുകടയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് മീറ്റ് ബോൾ മസാലയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വൈകിട്ട് ഡിന്നറിൻ്റെ കൂടെ ചപ്പാത്തിക്ക് വേണ്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റിയൊരു കോമ്പിനേഷൻ കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു 3 മീഡിയം സൈസ് സവാള ഇതുകൂടി നമ്മൾ സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ആദ്യമായി നമുക്ക് ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ നിറമാകുന്നതിന് വരെ നമുക്ക് ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാനായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഇതുപോലെ ഒരു പാൻ വെച്ചതിന് ശേഷം പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മുടെ സവാള ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിൽ. ഇത് നമുക്ക് സവാള എല്ലാം നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ നിറമാകുന്നതിന് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സവാളയുടെ അളവ് നിങ്ങളുടെ ആ മീറ്റിന്റെ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഏകദേശം ഈ ഒരു ഗോൾഡൻ നിറമാകുന്നതിന് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി കരിഞ്ഞു പോകാൻ പാടില്ല. അടുത്തതായി നമ്മളിവിടെ 1 കപ്പ് ബ്രെഡ് ക്രംസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം നമ്മളിവിടെ ഒരു 1/2 കപ്പ് കാഷ്യൂ നട്ട് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു 8 കാഷ്യൂ നട്ട് മിക്സിയിലിട്ട് നന്നായി അടിച്ചു വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു മുട്ടയുടെ മഞ്ഞ എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില്ലി ഫ്ലെക്സും നമ്മളിവിടെ എടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ബേ ലീവ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം കറുകപ്പട്ട എടുത്തിട്ടുണ്ട്. ഒരു 4 ഏലക്കായ കൂടി എടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മളിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം പൊടിച്ചെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മളിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യമായി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ സവാള ഒന്ന് നമുക്കൊന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു മിക്സിയിലോട്ട് ഈ സവാള ഇട്ടതിന് ശേഷം ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മളിവിടെ സവാള നല്ല പേസ്റ്റ് പോലെ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായി ഞാനിവിടെ ഒരു 750 ഗ്രാം ബീഫ് കീമ എടുത്തിട്ടുണ്ട്. ഞാനിത് ഫ്രോസൺ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഇച്ചിരി ബെറ്റർ. കറക്റ്റ് ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ 750 ഗ്രാം ബീഫ് കീമ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം നമ്മളൊരു കുറച്ച് സവാള ഇതുകൂടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരല്ലി വെളുത്തുള്ളി നമ്മളിതുകൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് മല്ലിയില എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളക് ഇതുകൂട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മീറ്റ് കീമ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചൊരു പേസ്റ്റ് പോലെ നമുക്ക് ആക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മിക്സിയിലൊരു ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീറ്റ് കീമ ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഫ്രഷ് ആണ് എടുക്കുന്നതെങ്കിൽ അതുകൂട്ട് തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി അതുകൂട്ട് തന്നെ ഇട്ടാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. ഫ്രഷ് കീമ കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഇച്ചിരി ബെറ്റർ. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ അത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകിന്റെ ഹാഫ് നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഹാഫ് മല്ലിയില കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി നമ്മളിവിടെ 1/2 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അടിച്ചെടുക്കാം. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 1/2 ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഈ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ കിട്ടും. നമുക്ക് ഓരോ ചെറിയ ബോളാക്കണം. അപ്പോൾ ആ ഒരു പരുവത്തിലാകുന്നതിനും വരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾ ഈ ബീഫ് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നിങ്ങൾ വെള്ളമൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. വെള്ളമൊക്കെ യൂസ് ചെയ്താൽ നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാകും. നമ്മുടെ ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഇതുപോലെ നമുക്ക് കിട്ടണം. അടുത്തതായി നമുക്ക് മീറ്റ് ബോൾസ് തയ്യാറാക്കാം. അതിനുവേണ്ടി നമുക്ക് കയ്യിൽ ജസ്റ്റ് ഒന്ന് എണ്ണ തേച്ചതിന് ശേഷം ഇതുപോലെ കുറച്ചെടുത്ത് ഏകദേശം ഒരു 1.5 ഇഞ്ചിന്റെ ബോൾ പോലെ നമുക്ക് ആക്കിയെടുക്കാം. ജസ്റ്റ് കയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് അതുകൊണ്ട് ബോളായിട്ട് കിട്ടും. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ബോളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ബോളാക്കി എടുക്കാം.
നമ്മളിവിടെ മീറ്റ് ബോൾസ് നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സവാള നമ്മൾ ഫ്രൈ ചെയ്ത ആ സെയിം എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഒരു ഗോൾഡൻ നിറമാകുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരിക്കലും നിങ്ങൾ തീ ഒത്തിരി കൂട്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എല്ലായിടവും നമുക്കൊരു ഗോൾഡൻ നിറമാകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്നിച്ചെല്ലാം കൂടെ ഫ്രൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിവിടെ 2 സ്റ്റേജായിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകാൻ പാടില്ല. കറക്റ്റ് ഒരു ഗോൾഡൻ നിറമായി കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ മീറ്റ് ബോൾ നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുകയാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള മീറ്റ് ബോളും എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തതായി നമുക്കിവിടെ മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി നമുക്ക് ഇതുകൂട്ടൊരു പാത്രം വെച്ചതിന് ശേഷം പാത്രം നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ മീറ്റ് ബോൾ തയ്യാറാക്കിയ സെയിം ഓയിൽ തന്നെയാണ് ഒഴിക്കുന്നത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ബേ ലീവ്സും കറുകപ്പട്ടയും ഏലക്കായും അത് 3 കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു 1.5 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 1.5 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുകൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ചമണം മാറുന്ന നമ്മൾ നമുക്കിന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം 1.5 മിനിറ്റ് ഒന്ന് വഴറ്റുമ്പോഴേക്കും അതിന്റെ മണമൊക്കെ ഒന്ന് മാറി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി പച്ചമുളക് കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഓണിയൻ പേസ്റ്റ് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓണിയൻ പേസ്റ്റ് ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തതായി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒരു ടൊമാറ്റോ നമ്മുടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏകദേശം ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മസാലപ്പൊടികൾ അത് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മീറ്റിൻ്റെ അകത്തൊക്കെ ഓൾറെഡി ഉപ്പിട്ടതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കൊണ്ട് ഇടാനായിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതായത് ഈ മസാലപ്പൊടികളുടെ ആ ഒരു പച്ചക്കൊത്തൊക്കെ ഒന്ന് മാറുന്ന വരെ നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവിയുടെ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഗ്രേവി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 1/2 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഗരം മസാല ഒക്കെ ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടി തുടങ്ങും. ഇനി നമുക്കിത് ഏകദേശം ഒരു 2 മിനിറ്റോട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീറ്റ് ബോൾസ് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഗ്രേവിയിലേക്ക് നമ്മുടെ മീറ്റ് ബോൾസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിത് ഓപ്പൺ ആക്കിയാണ്. നിങ്ങൾക്ക് കാണാം ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നന്നായി ഇതൊന്ന് മിക്സ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ കാഷ്യൂ നട്ടിന്റെ പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഒരു 8 കാഷ്യൂ നട്ട് ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിരിക്കുകയാണ്. അതുകൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാഷ്യൂ നട്ടിന്റെ പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കാഷ്യൂ നട്ടിന്റെ പേസ്റ്റ് അങ്ങോട്ട് ഒഴിക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഗ്രേവി ഒക്കെ ഇച്ചിരി തിക്കായിട്ട് നമുക്ക് വരും. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ മീറ്റ് ബോൾ മസാല നമ്മളിവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ മീറ്റ് യൂസ് ചെയ്യുമ്പോൾ ഫ്രഷ് മീറ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. അവസാനമായി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയില കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീറ്റ് ബോൾ മസാല നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും.
ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കുക. ആദ്യമായാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.